മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് എലത്തൂരിൽ വീണ്ടും മത്സരിക്കുന്നതിൽ എൻസിപി സംസ്ഥാന നേതൃത്വത്തിലും എതിർപ്പ്. ഇന്നലെ ചേർന്ന പാർലമെന്ററി ബോർഡിൽ 2 അംഗങ്ങൾ ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർത്തു. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പി.സി. ചാക്കോയും ശശീന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നതിനെ പരോക്ഷമായി എതിർത്തു. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് എ കെ ശശീന്ദ്രൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറണമെന്ന ആവശ്യത്തിന് എൻസിപിയിൽ ശക്തിയേറുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഉയർന്ന എതിർപ്പ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് പടരുമ്പോൾ പ്രമുഖ നേതാക്കൾ തന്നെ ശശീന്ദ്രൻ വിരുദ്ധ നിലപാടിലേക്ക് മാറുന്നതാണ് ഇന്നലത്തെ പാർലമെന്ററി ബോർഡിൽ കണ്ടത്. 12-അംഗ ബോർഡിലെ 8 അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ 2 പേർ ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെ ശക്തമായി എതിർത്തു. മറ്റു 2 പേർ ശശീന്ദ്രനെ പൂർണ്ണമായും അനുകൂലിച്ചില്ല. യോഗത്തിൽ പങ്കെടുത്ത ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പി.സി. ചാക്കോ എ കെ ശശീന്ദ്രനെ പരോക്ഷമായി എതിർത്തു. 10 കൊല്ലം മന്ത്രിയായിരുന്നിട്ടും പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കണോ എന്ന് സ്വയം ആലോചിക്കണമെന്നായിരുന്നു പി.സി. ചാക്കോയുടെ വാക്കുകൾ. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് പേരയക്കുമ്പോൾ എലത്തൂരിലേക്ക് ഒറ്റപ്പേരിന് പകരം പട്ടിക അയക്കണമെന്നും പി.സി. ചാക്കോ നിർദ്ദേശിച്ചു. എൻസിപിയുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനും പി.സി. ചാക്കോ തന്നെ ആയതിനാൽ വെട്ടുമോ എന്ന് എ കെ ശശീന്ദ്രൻ പക്ഷത്തിന് ആശങ്കയുണ്ട്. പാർട്ടിയുടെ യുവജന വിഭാഗം നേതാക്കളും ശശീന്ദ്രൻ മത്സരിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തുണ്ട്. കോഴിക്കോട് ജില്ലയിലെ യുവജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾ ഈ വിഷയത്തിലുണ്ട്. കാരണം ഇനി കടന്നു വരാൻ പോകുന്ന പുതിയൊരു യുവജന നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു അഭികാമ്യമായ ഒരു കാര്യമല്ല. പുതുതായി കടന്നു വരുന്ന ആളുകളിൽ പോലും അത്തരം വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി എൻസിപിയുടെ സംസ്ഥാന പാർലമെന്ററി ബോർഡ് യോഗം തിങ്കളാഴ്ച വീണ്ടും ചേരും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.